സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെയുള്ള വിശുദ്ധന്മാരുമായിട്ട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാനൊക്കെ ദൈവം എന്നെയും സഹായിച്ച് കുടുംബമായിട്ട് ദൈവം സഹായിച്ചതിനാലും ഞാൻ വീണ്ടും നന്ദി പറയുകയാണ്. സ്തോത്രം. എനിക്കിവിടെ നടന്ന എല്ലാ ശുശ്രൂഷകളും വളരെ അനുഗ്രഹമായിട്ട് എനിക്ക് കാണുവാനായിട്ട് ഇടവന്നു. വളരെ സന്തോഷമായിട്ട് വർഷിപ്പൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. അതുപോലെ സങ്കീർത്തനം വളരെ അനുഗ്രഹമായിരുന്നു. 4-ാം സങ്കീർത്തനം കർത്താവിൻ്റെ ദാസൻ വായിച്ചുവല്ലോ. അത് വിശകലനം ചെയ്തൊക്കെ വളരെ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുവാനായിട്ട് ഇടവന്നു. അതുപോലെ സാക്ഷ്യങ്ങൾ ഒന്നിനോടൊന്ന് വളരെ മെച്ചമായിട്ട്. സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വന്നിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത്. അതുപോലെ ദേവദാസന്മാരെയൊക്കെ ഇവിടെ ഒന്ന് കണ്ട്, ബ്രദർമാരെയൊക്കെ കണ്ട് പേര് ചോദിച്ച് സംസാരിപ്പാനൊക്കെ ആയിട്ട് ഇടവന്നു. ഞങ്ങളെ കൊണ്ടുവന്ന ആ റോബിൻ ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സ്റ്റീഫൻ സഹോദരൻ, അതുപോലെ ഏബൻ സഹോദരൻ, സിറിയക് സഹോദരൻ, അതുപോലെ ഗോപു സഹോദരൻ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ജേക്കബ്. എൻ്റെ ഭാര്യയുടെ പേര് റൂത്ത്. എനിക്ക് ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൾ ജിഷ, മകൻ്റെ പേര് ജിഷോയ്. ജിഷ അവിടെ നാട്ടിലാണ്, ഇരിങ്ങാലക്കുടയിൽ അവർ ഇരിക്കുന്നു. ഹസ്ബൻഡ് കുവൈറ്റിലാണ്. അതുപോലെ മകനും മകൻ്റെ ഭാര്യയും കുഞ്ഞും ഇവിടെയുണ്ട്. കുഞ്ഞ് നാട്ടിലായിരുന്നു. കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുവാനായിട്ട് ഇടവന്നത്. സ്തോത്രം. ഞങ്ങൾ വരുന്ന യാത്രയൊക്കെ വളരെ, ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന ഒരു യാത്രയായതുകൊണ്ട് വളരെ ഭയമൊക്കെ ആയിരുന്നു. എൻ്റെ ഭാര്യ സാക്ഷി പറഞ്ഞപ്പോൾ വീണു എന്ന് പറയുവാനായിട്ടൊന്നും, വെറുതെ വീഴുവാനല്ല ഇടവന്നത്. ഈ ലിഫ്റ്റിലാണ് വീണത്. സ്തോത്രം. മറ്റേ ലിഫ്റ്റ് ഉണ്ടല്ലോ, എസ്കലേറ്റർ, ആ ലിഫ്റ്റിലാണ് വീണത്. അതിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വലിയ അപകടം സംഭവിക്കാമായിരുന്നു. ആ ഡ്രസ്സൊക്കെ അതിനകത്ത് പിടിച്ച് ആകെ പ്രശ്നമായിരുന്നു. എന്നോ ഒരു ദൂതൻ വരുന്ന പോലെ ഒരു മനുഷ്യൻ കടന്നു വന്ന് ആ ലിഫ്റ്റ് ഓഫ് ചെയ്ത്, അത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാലൊക്കെ ഇങ്ങനെ പൊന്തി ഇരിക്കുകയായിരുന്നു, ദേഹം താഴെയുമായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വലിയ വയറ്റല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഒരു യുവ സഹോദരൻ, നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ കടന്നു വന്ന് എൻ്റെ വൈഫിനെ താങ്ങിയെടുത്ത്, അത് ആദ്യം തന്നെ അത് അദ്ദേഹം ഓഫ് ചെയ്ത് താങ്ങിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് ഇടവന്നു. ഒരു ദൂതൻ കടന്നു വരുന്ന പോലെ. ഇന്ന് 91-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം വായിക്കുന്നത് പോലെ തന്നെ, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ. സ്തോത്രം. ദൂതന്മാരോട് പറയുകയല്ല, ദൂതന്മാരോട് കൽപ്പിക്കും. സ്തോത്രം. കർത്താവ് കൽപ്പിച്ചാൽ, സ്തോത്രം അല്ലേ, കർത്താവിനെപ്പോഴും കൽപ്പനയാണ്. സ്തോത്രം. തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചാൽ, കാക്കയോട് കൽപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. അതുപോലെ ദൂതന്മാരോട് കൽപ്പിക്കുകയാണ്, നീ ചെന്ന് അവനെ രക്ഷിക്കുക എന്നുള്ളത്. സ്തോത്രം. ദൈവം നമ്മയൊക്കെ സഹായിച്ചു, നമ്മയൊക്കെ പരിപാലിച്ച് വഴി നടത്തുന്ന എല്ലാ നന്മകൾക്കായിട്ടും നന്ദി പറയുകയാണ്. തൃശ്ശൂരിനടുത്ത് മെഡിക്കൽ കോളേജിനടുത്ത് അത്താണി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ചർച്ചിൻ്റെ ശുശ്രൂഷകനായിട്ട് വേല ചെയ്യുന്നു. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ശുശ്രൂഷ ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. അവിടെ ഏകദേശം ഒരു 10-20 പേര് ഞങ്ങളുടെ കുടുംബം തന്നെയാണ്, സഹോദരിമാരും തമ്മിലുള്ളവർ. പിന്നെ പുറമേ നിന്ന് കുറച്ച് പേരും, കൂടി ഒരു 10-40 പേരോളമാണ് അവിടെ കൂടി വരാനായിട്ട് ഉള്ളത്. എൻ്റെ മാതാവിനും കൂടി ആകെ 9 മക്കളായിരുന്നു. ആ 9 മക്കളിലെ 7 കുടുംബങ്ങളും അവിടെ തന്നെ, അത്താണിയിൽ തന്നെയാണ്. അവരെല്ലാം സഭയിൽ കൂടിയിരുന്നു, ദൈവസഭ. സ്തോത്രം. ഇതിൻ്റെ ഹെഡ് ഓഫീസ് അവിടെ സെൻട്രൽ സഭ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര കരിക്കം, ചിലർക്കൊക്കെ അതറിയാം. സ്തോത്രം. കൊട്ടാരക്കര ജോൺ ബോറിസ് പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും, ചിലർക്കൊക്കെ അത് അറിയാമെന്ന് കൊട്ടാരക്കരയുള്ളവർക്ക് അറിയാമെന്ന് പറയുവാനായിട്ട് ഇടവന്നു. സ്തോത്രം. അവിടെയുള്ള ആ ചെറിയ സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്നു. ദൈവം അതിശയമായിട്ട് നടത്തുന്നു. സ്തോത്രം. എൻ്റെ പഴയ ജീവിതം ഒരു ബിസിനസ്സിനോട് സംബന്ധിച്ചുള്ള കാര്യമായി എറണാകുളത്ത് ബിസിനസ്സൊക്കെ നടത്തിയിരുന്ന സമയമായിരുന്നു. എന്നാൽ വലിയൊരു അസുഖം വന്ന് എന്നെ ആ ബിസിനസ്സിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നു.
സ്തോത്രം നാട്ടിൽ വരുവാനായിട്ട്, തൃശ്ശൂരിലേക്ക് വരുവാനായിട്ട് ഇടവന്നു. അവിടെയുള്ള ആ ചർച്ചിൻ്റെ ആ ചുമതല ഏൽക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അനുഗ്രഹമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് സ്തോത്രം അനേകര സാക്ഷ്യങ്ങളിൽ കൂടി കേൾക്കുവാനായിട്ട് ഇടവന്നുവല്ലോ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. ദൈവം നമ്മെ അതിശയമായിട്ടാണ് വഴി നടത്തുന്നത് എന്നുള്ള അവൻ്റെ വിലയേറിയ വചനങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എഫേസ്യ ലേഖനം 3:20 ഇങ്ങനെ പറയുന്നു, സ്തോത്രം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സകല ബഹുമാനവും സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അത് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് കരുതുന്നത്. നാം ചോദിക്കുന്നത് എന്താണ് അല്ലേ? നമ്മുടെ നാട്ടിലെ ചില ചെറിയ കാര്യങ്ങളാണ് അല്ലേ? നമ്മുടെ അസുഖം ഒന്ന് മാറണം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യം, മക്കളുടെ വിവാഹം, അവരുടെ ജോലി എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിലപ്പുറമായിട്ട് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അല്ലേ, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം. വലിയൊരു ശക്തി, ഒരു പവർ നമ്മിൽ അവസിക്കുകയാണ്. സ്തോത്രം. നാം ചോദിക്കുന്ന കാര്യത്തിന് അപ്പുറമായിട്ട് ചെയ്യുവാൻ ആ ശക്തിയാൽ ദൈവത്തിന് കഴിയും. നമ്മുടെ ഹൃദയത്തിൽ അതുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. 2 കൊരിന്ത്യർ 4:7 വായിക്കുമ്പോൾ, എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്നറിയേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ അത്രയാകുന്നു. സ്തോത്രം അല്ലേ? അത്യന്തമായ ശക്തിയാണ്. എന്നാൽ ആ ശക്തി എങ്ങനെയുള്ള ആ പാത്രത്തിലാണ് ആയിരിക്കുന്നത്? വെറും മൺപാത്രത്തിലാണ്. ഈ മൺപാത്രം എപ്പോഴും ഉടഞ്ഞു പോകാവുന്നതാണ് അല്ലേ? സ്തോത്രം. അത് നാം ഉടയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സ്തോത്രം. എന്നാൽ മാത്രമല്ല, ഇത് നശിച്ചും പോകുന്നതാണ് അല്ലേ? നമ്മുടെ ശരീരമൊക്കെ നശിച്ചു പോകുന്ന ഒരു ശരീരം. ഈ മൺപാത്രത്തിലാണ് ആ വലിയ നിക്ഷേപം, വലിയ ശക്തി അടങ്ങിയിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മുടേതല്ല ഈ ശക്തി, ദൈവം ദാനമായി തന്നതാണ്. സ്തോത്രം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമ്മുടെ സ്വന്തം എന്നല്ല, അതൊക്കെ ദൈവത്തിൻ്റെ ദാനം അല്ലേ? നാം ആലോചിക്കുമ്പോൾ രക്ഷാ ദൈവത്തിൻ്റെ ദാനം അല്ലേ? നമ്മുടെ സകല കാര്യങ്ങളും അല്ലേ? പൗലോസ് ഇങ്ങനെ പറയുന്നത്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം, സകലതും, രക്ഷ മുതൽ സകലതും നമുക്ക് ഒരുക്കിയിരുന്ന വലിയ കാര്യങ്ങളും അല്ലേ? സ്തോത്രം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ അല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. അതെല്ലാം ദാനം എന്നാണ് പറയുന്നത് അല്ലേ? സ്തോത്രം. നമ്മുടേതല്ല, അതൊക്കെ ദാനമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാൽ നമുക്ക് സകലവും കഴിയും എന്നുള്ളതാണ് അല്ലേ? സ്തോത്രം. പൗലോസ് അതാണ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. സ്തോത്രം അല്ലേ? സകലത്തിനും മതിയാക്കുവാൻ സ്തോത്രം നമ്മെ ശക്തീകരിക്കുന്ന ഒരു ശക്തി, അത് കർത്താവായ യേശുക്രിസ്തു. സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ഞാൻ മുഖാന്തരം നമുക്കൊന്നും നേടുവാനായിട്ട് കഴിയില്ല. സ്തോത്രം. ദാവീദിനെ കുറിച്ച് ഇവിടെ പറയുവാനായിട്ട് കർത്താവിൻ്റെ ദാസൻ പറയുവാനായിട്ട് ഇടവന്നു. സ്തോത്രം. ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ, സ്തോത്രം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. സ്തോത്രം. എൻ്റെ ദൈവത്താൽ, നിന്നാൽ നമുക്കൊന്നും സാധ്യമല്ല. നാം സാരമാണ്, മൺപാത്രമാണ്. സ്തോത്രം. എന്നാൽ നമ്മിൽ അടങ്ങിയിരിക്കുന്ന ആ ശക്തി, സ്തോത്രം, ആ നിക്ഷേപം തീർച്ചയായിട്ടും നാം ഓർക്കേണ്ടതാണ്, കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ആ ശക്തി നമ്മിൽ നിന്ന് ഒരിക്കലും ചോർന്നു പോകാതെ, ശിംശോനെപ്പോൾ ചോർന്നു പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. സ്തോത്രം അല്ലേ? പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിട്ട് നാം സാക്ഷികളായി തീരും. യെരുശലേമിലും യഹൂദയിലും ശമര്യയുടെ അറ്റത്തോളം, അല്ലെങ്കിൽ സമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്തോത്രം. ആ ശക്തി, അത്യന്തമായ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ, സ്തോത്രം, നമ്മിൽ കൂടി പലതും ചെയ്യുവാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. സ്തോത്രം. ആ ദൈവത്തിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ
ദൈവം നമ്മെ എല്ലാവരെയും സ്തോത്രം അനുഗ്രഹിക്കും. സ്വർഗത്തോളം കൊണ്ടുപോകുവാനായിട്ട് അവൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു അല്ലേ ഉയർത്തെഴുന്നേറ്റതുപോലെ സ്തോത്രം നമുക്ക് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ വാസം ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസനെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ തരുന്നുള്ളൂ. ആമേൻ.